മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് ഞായറാഴ്ചത്തെ വിശുദ്ധ ബലി മുടങ്ങിപ്പോകുന്നുണ്ടല്ലോ, ഇനി അതിനെന്താ ചെയ്യുക ഞാൻ? അപ്പോൾ എൻ്റെ മാതാവ് എന്ത് ചെയ്തു? ഞാൻ ആദ്യം ജോലി ചെയ്തിടത്തുനിന്ന് മാറ്റി എന്നെ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി. അവിടെ എനിക്ക് ഞായറാഴ്ചത്തെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന രീതിയിൽ എൻ്റെ ജോലി ക്രമപ്പെടുത്തി തന്നു മാതാവ് തന്നെ അവിടെ. എൻ്റെ പേര് മിനി. ഞാൻ കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി രൂപതയിൽ നിന്നാണ് വരുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ വരുന്നത് ഇസ്രായേലിൽ നിന്നാണ്. ഇന്ന് രാവിലെയാണ് ഞാനിവിടെ വന്ന് ഇറങ്ങിയത്. നേരെ അമ്മയുടെ അടുത്തേക്കാണ് ഞാൻ വന്നത്. എനിക്ക് കിട്ടിയ അനുഗ്രഹം അത് അമ്മയുടെ അടുത്ത് ആദ്യമേ പറഞ്ഞിട്ടാണ് ഞാൻ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചത്. എനിക്ക് ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് ഞാൻ ഈ ഈശോയെക്കുറിച്ച് മാതാവിനെക്കുറിച്ച് അറിഞ്ഞത് പറയണ്ടേ. ഞാൻ യൂട്യൂബിൽ വെറുതെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു സാക്ഷ്യം കണ്ടു. അത് ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു. അപ്പോൾ മോള് പറഞ്ഞു, നമുക്കൊന്ന് മാതാവിൻ്റെ അടുത്ത് പോയാലോ? അപ്പോൾ ഞങ്ങളങ്ങനെ കുടുംബസമേതമാണ് ഇവിടെ ആദ്യമേ വന്നത്. വന്നു, ഞാൻ ഉടമ്പടി വെച്ചു, പ്രാർത്ഥിച്ചു. എനിക്കൊരു ജോലി വേണമെന്ന് 4ാമത്തെ നിയോഗമായിട്ട് വെച്ചു. ഞാൻ പോയി രണ്ടാമത് പുതുക്കാൻ വന്ന സമയത്ത് ഞാൻ SLC ബുക്കുമായിട്ടാണ് വന്നത്. നിങ്ങൾക്കറിയാം, എനിക്ക് വലിയ പഠിപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ മാതാവിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ അവിടെ നിന്ന് SLC ബുക്ക് തുറന്ന് വെച്ച് പറഞ്ഞു, മാതാവേ എനിക്ക് ഈ SLC ബുക്ക് വെച്ച് എനിക്കൊരു ഗവൺമെൻറ് ജോലി നിനക്ക് തരാൻ പറ്റുമോ? എൻ്റെ അഹങ്കാരമാണെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ പ്രാർത്ഥന അമ്മ കേട്ടു. അതിനുശേഷം ഞാൻ ഇസ്രായേലിൽ പോകാനുള്ള വഴിയൊരുക്കി. എൻ്റെ സുഹൃത്ത് വഴിയാണ് എനിക്കത് ഒരുക്കി തന്നത്. അങ്ങനെ ഞാൻ അതിൻ്റെ പേപ്പറുകൾ നീക്കുകയുണ്ടായി. ആ സമയത്ത് എനിക്ക് ഇസ്രായേലിൽ പോകണമെങ്കിൽ എൻ്റെ മാരേജ് സർട്ടിഫിക്കറ്റ്, അതായത് മാരേജ് രജിസ്റ്റർ ചെയ്ത സർട്ടിഫിക്കറ്റിന് ആവശ്യമായിരുന്നു. 10-20 കൊല്ലമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്. ആ സമയത്ത് ഞാൻ സർട്ടിഫിക്കറ്റിന് വേണ്ടി പഞ്ചായത്തിൽ പോയ സമയത്ത് വലിയൊരു മേശ നിറച്ച് ഈ സർട്ടിഫിക്കറ്റിന് വേണ്ടി കാത്തിരിക്കുന്ന അപേക്ഷ ഫോമുകളാണ്. ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞു, ചേച്ചി പെട്ടെന്നൊന്നും നടക്കത്തില്ല. പക്ഷേ ഞാൻ എൻ്റെ അമ്മ മാതാവിനെയും കൊണ്ടാണ് പോയത്. അവിടെ പോയി ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു, കാശുരൂപം വെച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി. അങ്ങനെ എനിക്ക് വേണ്ടി ആ ഉദ്യോഗസ്ഥൻ തന്നെ ഒരാഴ്ചയ്ക്കുള്ളിൽ ഹെഡ് ഓഫീസിൽ പോയി തിരിച്ചു വന്ന ആ പേപ്പർ 2-3 ആഴ്ച കൊണ്ട് എനിക്ക് മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ പേപ്പർ റെഡിയാക്കി കിട്ടി. ഞാൻ എൻ്റെ അപേക്ഷകളെല്ലാം പെട്ടെന്ന് വെച്ചു. പക്ഷെ ഒന്നും നീങ്ങിയില്ല. അങ്ങനെ ഞാനിവിടെ അച്ഛനെ കാണാൻ ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. ഞാൻ അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങി പ്രാർത്ഥിച്ചു. ഞാൻ പോയി. പിന്നീട് എൻ്റെ ജീവിതത്തിലെ മാറ്റങ്ങൾ ഒരുപാട് പെട്ടെന്നായിരുന്നു. ഞാൻ പോലും അറിയാതെ എൻ്റെ വിസ എത്തി. സാധാരണ എല്ലാവർക്കും വിസ വരുന്നത് എന്തെങ്കിലും പൈസയൊക്കെ കൊടുത്തതിന് ശേഷമാണ്. പക്ഷെ എനിക്ക് വിസ ആദ്യം വന്നു. പൈസയൊന്നും റെഡിയായില്ല. ഒരുപാട് കടങ്ങളുണ്ട്. 10-40 ലക്ഷം രൂപയോളം കടമുണ്ട്. അതങ്ങനെ നിൽക്കുന്നു. ആ സമയത്ത് ഞങ്ങൾക്കൊരു ചിട്ടി ഉണ്ടായിരുന്നു. മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് എനിക്ക് ആ ചിട്ടി, അത് പ്രത്യേകതയുണ്ട്. ആ ചിട്ടിക്ക് 1-ാം നമ്പറാണ് എൻ്റെ ചിട്ടി നമ്പർ. 40 വർഷം പഴക്കമുള്ള ഒരു ബാങ്കിലാണ് അന്ന് ഞാൻ ആ ചിട്ടിക്ക് കൂടിയത്. ചിട്ടിയിൽ പൈസ അടച്ചപ്പം ബാങ്കിൽ സ്റ്റാഫ് എന്നോട് പറഞ്ഞു, ചേച്ചി ഒരിക്കലും 1-ാം നമ്പറുകാർക്ക് നറുക്ക് വീടില്ല കേട്ടോ എന്ന്. ആയിക്കോട്ടെ, ഞാൻ എൻ്റെ മാതാവിനെയും കൊണ്ടാണ് പോയത്. അവിടെയും 3-ാമത്തെ മാസം നറുക്ക് വീണു. ചിട്ടി ഞങ്ങൾക്കടിച്ചു. ഞങ്ങളുടെ കുറച്ചൊക്കെ കടബാധ്യതകൾ അങ്ങനെ മാറി. ആ സമയത്താണ് ഇസ്രായേലിൽ പോകാനുള്ള പേപ്പറുകളും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ പേപ്പറുകളെല്ലാം വളരെ ഫാസ്റ്റായിട്ട് നീങ്ങി. ഞാൻ വിസ വന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ കയറണമെന്നോ വന്നു. അങ്ങനെ ഞാൻ ബോംബെക്ക് പോയി. ബോംബെയിൽ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തു. അവിടെയും മാതാവ് എനിക്ക് മുമ്പേ പോയി. എനിക്ക് ഭാഷകൾ അറിയില്ല, എന്താണ് പറയേണ്ടതെന്നറിയില്ല. അവിടെ ഞാൻ മാതാവിനെ പറഞ്ഞു വിട്ടു. മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് മുമ്പേ നീ പോണം, എന്നിട്ട് അവിടെ പോയി ഇരുന്ന് നീ സംസാരിക്കണം എനിക്ക് വേണ്ടി. ഞാനൊന്നും പറയത്തില്ല കേട്ടോ, എനിക്ക് പറയാൻ അറിയത്തില്ല. പക്ഷേ അവിടെയും മാതാവ് എനിക്ക് വേണ്ടി ഒത്തിരി പ്രവർത്തിച്ചു. ഞാൻ അവിടെ ഉദ്യോഗസ്ഥ ചോദിച്ചത് എന്താണെന്ന് എനിക്കറിയില്ല, ആൻസർ പറഞ്ഞതും എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയില്ല. ഞാൻ അവിടുന്ന് ഇസ്രായേലിലേക്ക് പോയി. ഇസ്രായേലിൽ ചെന്നിറങ്ങി. ദൈവത്തിൻ്റെ നാട്ടിൽ കാലുകുത്താൻ ദൈവം എനിക്ക് അവസരം തന്നു. ഇപ്പം നിങ്ങൾക്കറിയാം, ഞാൻ കെയർ ഗിവറായിട്ടാണ് അവിടെ ജോലി ചെയ്യുന്നത്. അവിടെ പകുതി ഗവൺമെൻറ്റിൻ്റെ സാലറിയും പകുതി
അല്ലാതെയുള്ള സാലറിയാണ്. അപ്പം ഞാൻ ഈ മാതാവിനോട് ചോദിച്ചത് എന്തായിരുന്നു? നിങ്ങളെല്ലാം അറിഞ്ഞതാണ്, ഞാൻ ഗവൺമെൻറ് ജോലിയാണ്, എൻ്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് എനിക്ക് നല്ല സാലറിയോട് കൂടി എനിക്ക് മാതാവ് അവിടെ ഒരു ജോലി ഒരുക്കി തന്നു. അങ്ങനെ ഞാൻ ജോലി തുടർന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് എനിക്ക് ഞായറാഴ്ച വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ 14 കൊല്ലമായിട്ട് വേദപാഠമൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപികയാണ്. പക്ഷേ അന്ന് ഞാനുണ്ടായിരുന്ന അധ്യാപിക സ്ഥാനത്തും ഉടമ്പടിക്ക് ശേഷം ഞാൻ എന്താണെന്നും എങ്ങനെയാണ് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടതെന്നും ഒക്കെ പഠിച്ചത് ഈ ഉടമ്പടിയിലൂടെയാണ്. ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കും, അത് വേണം ഇത് വേണമെന്ന്. പക്ഷേ അങ്ങനെയല്ലായിരുന്നു എന്നെ ഉടമ്പടി നയിച്ചുകൊണ്ടിരുന്നത്. ഞാൻ നന്നായിട്ട് മാതാവിനെ മനസ്സിലാക്കാൻ, മാതാവ് എന്നെ മനസ്സിലാക്കി എനിക്ക് എങ്ങനെയാണ് പോകേണ്ട വഴി എന്ന് മാതാവ് എനിക്ക് മുൻപേ എന്നെ വഴിയൊരുക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാകാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഇസ്രായേലിൽ ചെന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് ഞായറാഴ്ചത്തെ വിശുദ്ധ ബലി മുടങ്ങിപ്പോകുന്നുണ്ടല്ലോ, ഇനി അതിനെന്താ ചെയ്യുക ഞാൻ? അപ്പോൾ എൻ്റെ മാതാവ് എന്ത് ചെയ്തു? ഞാൻ ആദ്യം ജോലി ചെയ്തിടത്തുനിന്ന് മാറ്റി എന്നെ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി. അവിടെ എനിക്ക് ഞായറാഴ്ചത്തെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന രീതിയിൽ എൻ്റെ ജോലി ക്രമപ്പെടുത്തി തന്നു. മാതാവ് തന്നെ അവിടെയും പ്രവർത്തിച്ചത്. അതിനുമുണ്ട് അടയാളങ്ങൾ. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് ഭാഷകൾ അറിയത്തില്ല, അപ്പം ഈ ജെറുസലേം ഭാഗത്തൊക്കെ ജോലി ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് ചെയ്യണം എന്നൊക്കെയാണ് പറയുക. പക്ഷേ ഞാൻ മാതാവിനോട് പറഞ്ഞു, നീ മുന്നേ പോകണം, എന്നിട്ട് ആ വീടും സാഹചര്യങ്ങളും ജോലിയും ഒക്കെ നീ നോക്കണം, എന്നിട്ട് പറയണം, എന്നിട്ട് നീ മിനിയെ കൊണ്ടായാൽ മതിയെന്ന് പറഞ്ഞു. മാതാവ് അതുപോലെ തന്നെ ആദ്യം ഒരു സഹോദരി ആ വീട്ടിൽ കൊണ്ടുപോയി വീടും അന്തരീക്ഷവും സാഹചര്യങ്ങളും ഒക്കെ കാണിച്ചു തന്നു. അതിനുശേഷം ആ ചേച്ചി എവിടെ വെച്ചാൽ ഞങ്ങൾ കണ്ടുമുട്ടിയെന്ന് ചോദിച്ചാൽ, കാൽവരിയിലെ ഈശോയുടെ കബറിടത്തിൽ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ചേച്ചി എൻ്റെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ ആ ചേച്ചി പ്രാർത്ഥിച്ച് പുറത്തിറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി ഒന്ന് നിൽക്കണം കേട്ടോ എന്ന്. ഈശോയുടെ കബറിടത്തിൽ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, ഈശോയെ എനിക്കൊരു ജോലി വേണം, അത് ഞായറാഴ്ചത്തെ കുർബാനയിൽ പങ്കെടുക്കുന്ന രീതിയിൽ. ആ ചേച്ചി അവിടെ നിന്നു. ചേച്ചി എന്നിട്ട് എന്താ ചെയ്തേ? ചേച്ചീനോട് ഈ ജോലി പലരും ചോദിച്ചു, ചേച്ചി വാ തുറക്കാൻ പറ്റുന്നില്ല എന്നാണ് ചേച്ചി പറയുന്നത്. അപ്പോൾ ആരോടും എനിക്ക് പറയാൻ പറ്റുന്നില്ല ഇങ്ങനൊരു ജോലിയുണ്ടെന്ന്. പക്ഷേ ആ ചേച്ചി എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, മോളെ ഇവിടെ ഒരു ജോലിയുണ്ട് കേട്ടോ, നീ ഒന്ന് പോയി നോക്ക്. അപ്പം ആര് മുന്നേ പോയി? മാതാവ് മുന്നേ പോയി, കണ്ടു, ഇഷ്ടപ്പെട്ടു, എന്നെ കൊണ്ടുപോയി. അവിടെയാണ് ഇപ്പം ഞാൻ ജോലി ചെയ്യുന്നത്, സന്തോഷത്തോടെ ജോലി ചെയ്യുന്നു. അങ്ങനെ മാതാവിനെ കളി. പിന്നെ എൻ്റെ കടബാധ്യത എനിക്കറിയാം, ഇപ്പം നറുക്ക് വീണ് ചിട്ടി കിട്ടി ഞങ്ങളുടെ കടവ് കുറച്ചൊക്കെ അങ്ങ് വീടി. പിന്നെ ജോലി മേഖലയായി, അതിന്നും ഒരു പകുതി സമാധാനമായി. ഇപ്പം കടബാധ്യതയെക്കുറിച്ചുള്ള ടെൻഷനൊക്കെ ഒരുപാട് കുറഞ്ഞു. പിന്നെ എൻ്റെ മോൾക്ക് ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം എന്നറിയത്തില്ല. ഒരു വർഷമായി അവളിങ്ങനെ കോഴ്സിന് വേണ്ടി തപ്പി നടക്കുന്നു. ആ സമയത്താണ് അവൾക്ക് മാതാവ് ഒരു കോഴ്സ് അവളുടെ ഫോണിലൂടെ അവൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പം ആ കോഴ്സ് അവൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി വന്നു. അന്ന് മാതാവിനോട് ഇവിടെ മാതാവിന് മുമ്പ് വെച്ച് പറഞ്ഞു, മാതാവേ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വെച്ച് അമ്മേ ആ സ്കൂളിലേക്ക് വിളിക്കും, അവിടുന്ന് എനിക്ക് നീ ഉത്തരം തരണം എന്ന് പറഞ്ഞു. അമ്മ അവളെ ആ കോഴ്സിലേക്ക് നയിച്ചു. ഇപ്പോൾ അവൾ ആ കോഴ്സിലേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കി കാര്യങ്ങളൊക്കെ അവൾ തന്നെ പിന്നീട് പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ പിന്നെയുള്ളത് എനിക്ക് കിട്ടിയ വലിയ വലിയ അനുഗ്രഹങ്ങളെന്ന് പറഞ്ഞാൽ ഓരോ നിമിഷവും എന്നെ നയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യും. പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന സമയത്ത് ഞാൻ മാതാവിനെ ആദ്യം പോവും, മാതാവേ ഞാൻ പോകുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ എന്നെ സഹായിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പേപ്പറും കൊണ്ട് പോകും. പേപ്പർ കൊണ്ടുപോയി കൊടുക്കുന്ന സമയത്ത് ചില ചേച്ചിമാരൊക്കെ എൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കും, പ്രാർത്ഥിക്കും, നന്നായി വരും കേട്ടോ മോളെ എന്നൊക്കെ പറയും. അവരുടെ പ്രതിസന്ധി ഘട്ടത്തിലാണ് പോലും ഞാൻ ഈ പേപ്പർ കൊടുത്തത്. അവരിവിടെ വന്ന് ഒത്തിരിയേറെ പേര് ഞാൻ പറഞ്ഞിട്ട് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അതുപോലെ ഇസ്രായേലിലുള്ള എല്ലാ സമയവും ഞാനിത് തന്നെയാണ് പറയാറ്, മാതാവിനെക്കുറിച്ച് കേട്ടോ പറയാറ് കൂടുതലും. നമ്മുടെ അച്ഛൻ ജോസഫ് അച്ഛൻ സെപ്റ്റംബർ 29 ജെറുസലേം വന്നിരുന്നു. അന്ന് ധ്യാനത്തിൽ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചിരുന്നു. പിന്നെ അതുപോലെ തന്നെ കൃപാസന പത്രം എല്ലാവർക്കും ഞാൻ കൊടുക്കുമായിരുന്നു. പിന്നെ അനാഥാലയങ്ങളിൽ പോയി അവിടെ നിന്ന് ശുശ്രൂഷിക്കുമായിരുന്നു. 1-2 ആഴ്ച ഞാൻ അവിടെ താമസിക്കും. എന്നിട്ട് അവിടെ കൂടെ നിന്ന് അവരുടെ എല്ലാ കാര്യങ്ങളും വ്യാപൃതിയായി അവരെ സഹായിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിലാണേലും കുറച്ചൊക്കെ എന്നെ കൊണ്ട് പറ്റുന്നത് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. ഇത്രയൊക്കെയുള്ളൂ. ദൈവം എന്താ പറയുക, എനിക്ക്
ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ പറയാനുണ്ട്, പറഞ്ഞാൽ തീരാത്ത ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട്. ഇതാണ് ഈശോയും മാതാവും എനിക്ക് തന്ന ഒത്തിരി അനുഗ്രഹത്തിന് 1000 നന്ദി. പിന്നെ ഞാൻ ബോംബെയിൽ ക്ലാസ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്, ഈ അറിവന്മാരുടെ കൊള്ള. ആ ക്ലാസ്സിന് ഞാൻ പോകുമ്പം ഈ സ്ഥലമില്ല, റൂമിലൊന്നും സ്ഥലമില്ല. അപ്പോൾ ഈ മാതാവിനെയും കൊണ്ടാണ് ഞാൻ പോവുക. അപ്പോൾ ഈ മാതാവിനെ കൊണ്ട് വെക്കാനൊരു സ്ഥലമില്ല. അപ്പം ഞാൻ നിലത്താണ് ഇങ്ങനെ കിടന്ന, ബെഡ് ഇട്ടിട്ട് 2-3 പേരുടെ ഇടയിലൊരു ബെഡ് ഇട്ടിട്ട് ഞാനും കിടക്കുക. അപ്പം ഞാൻ നോക്കുമ്പോൾ എൻ്റെ മാതാവിനെ വെക്കാൻ ഒരു ഇടവും കിട്ടുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, മാതാവേ, നിന്നെ വെക്കാൻ പോലും എനിക്കൊരു ഇടമില്ലല്ലോ, കാരണം അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആൾക്കാരാണ്. അപ്പം ഞാൻ ഈ മാതാവിനെ എന്ത് ചെയ്യും വെച്ചാൽ ഒരു പുറത്ത് പോലെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ മാതാവിനെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ തിരിയും കത്തിച്ച് ഞാൻ പ്രാർത്ഥിക്കും രാത്രിയിൽ. ഇപ്പോൾ 2 ബെഡുകാരും അപ്പുറം ഇപ്പുറം ഇരിക്കും, ഞാൻ അതിൻ്റെ നടുക്ക് ഇത്തിരിയുള്ള സ്ഥലത്ത് ഇരുന്നാണ് പ്രാർത്ഥിക്കാറ്. ആ സമയത്ത് ഞാൻ അന്ന് കടന്നിറങ്ങിയപ്പോൾ രാത്രിയിലും മാതാവിൻ്റെ ആകാശത്തുണ്ട് ചാര നിറത്തിൽ മാതാവ് ഇങ്ങനെ നിൽക്കുക. പിറ്റേ ദിവസം തന്നെ എനിക്ക് റൂം ഒരുക്കി തന്നു, മാതാവിനെ വെക്കാനുള്ള സ്റ്റാൻഡായി. പ്രാർത്ഥിക്കുന്ന റൂമിലേക്ക്, അതായത് എൻ്റെ റൂമിലുള്ളവരെല്ലാം പ്രാർത്ഥനക്കാരായിരുന്നു. അവരെല്ലാവരും ഒന്നിച്ച് ഞങ്ങൾ പിന്നെ ഒന്നിച്ചായി പ്രാർത്ഥന. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് തന്നെയാണ് ഇസ്രായേലിലേക്ക് പോകാനും സാധിച്ചത്. മിനി റോജി എന്ന ഈ സഹോദരി തൻ്റെ ജീവിതം കടന്നുപോയ വലിയ പ്രതിസന്ധിയുടെ നാളുകളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധമ്മയുടെ ഉടമ്പടി എടുത്ത് ജീവിച്ചതിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണ്. മകൾ ആദ്യം പറയുന്നത്, ഇവിടെ ഉടമ്പടി എടുക്കുവാൻ വന്ന നാളുകളിൽ SSLC ബുക്ക് അമ്മ മാതാവിൻ്റെ അരികിൽ കൊടുത്തുകൊണ്ട് ഇതിന് ചേരുന്ന ഒരു ജോലി, സർക്കാർ ജോലി ലഭിക്കണമെന്ന പ്രാർത്ഥനയാണ്. അത് ബാലിശമെന്ന ആദ്യ കേൾവിയിൽ നമുക്കെല്ലാവർക്കും തോന്നുന്നുണ്ട്. അത് സഹോദരി തന്നെ അത് സ്വയം പറയുന്നുമുണ്ട്. എന്നാൽ എങ്ങനെയാണ് ഓരോ കാര്യവും വേണ്ടതുപോലെ അമ്മ മാതാവ് ക്രമീകരിക്കുന്നതെന്ന് തുടർന്നുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരികയാണ്. മകൾ നിയോഗം വെച്ച് പോകുന്നു, വലിയ കടബാധ്യതയുണ്ട്, ജീവിതം വല്ലാത്ത പ്രതിസന്ധിയിലാണ്, ഒത്തിരി നാളായി പല ജോലി അന്വേഷിക്കുന്നു, നടക്കുന്നില്ല. അങ്ങനെ ഇസ്രായേൽ പോകുവാനുള്ള വഴി തെളിയുന്നു, ഇസ്രായേലിലേക്ക് ചെന്ന് ചേരുന്നു. ആ നേരങ്ങളിലൊക്കെയും നല്ല രീതിയിൽ ഒരു വിശ്വാസബോധ്യത്തിലേക്ക്, പരിശുദ്ധമ്മയുടെ ഉടമ്പടി പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് മകൾ പ്രവേശിച്ചിട്ടുമുണ്ട്. മകളുടെ വാക്കുകളിൽ അത് ആവർത്തിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്, എങ്ങനെയാണ് ഒരു പുതിയ ആത്മീയ ജീവിതം തുടങ്ങുന്നതെന്ന്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ മക്കൾ ക്ലാസ് മുറികളിൽ 12 ക്ലാസ് വരെ നടത്തുന്ന മതബോധന പരിശീലനം കൊണ്ട് നേടാത്തത് കൃപാസനത്തിൽ മരിയൻ ഉടമ്പടി എടുക്കുന്നതിലൂടെ 3 മാസം കൊണ്ട് ഓരോരുത്തരും സ്വന്തമാക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 12 വർഷം പഠിച്ച മക്കൾക്ക് വിശ്വാസത്തിൻ്റെ ആദ്യ പാഠങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ 3 മാസം മരിയൻ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുന്ന മുതിർന്നവർ, ചെറുപ്പക്കാർ, പ്രായമേറിയവർ, അവർ നല്ല വിശ്വാസത്തിലേക്കും അടിസ്ഥാന ആത്മീയ ജീവിതത്തിലേക്കും കടന്നു വരുന്നത്, ആയിരക്കണക്കിന് മനുഷ്യർ കടന്നു വരുന്നത് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുങ്ങൾ കുമ്പസാരവും കുർബാനയും വചനവായനയും ഒക്കെ ഉപേക്ഷിച്ച് പോകുമ്പോൾ മുതിർന്നവർ തീഷ്ണമായ ആഗ്രഹത്തോടും സ്നേഹത്തോടും കൂടി വിശുദ്ധ കുർബാനയിലേക്കും കുമ്പസാരത്തിലേക്കും വചനവായനയിലേക്കും കാരുണ്യ പ്രവൃത്തിയിലേക്കും സന്തോഷത്തോടെ ആകൃഷ്ടരായി വരുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് മരിയൻ ഉടമ്പടി ലോകത്തിന് നൽകുന്ന ശ്രേഷ്ഠമായ ഒരു മാതൃക. ആർക്കും ഒരുപക്ഷെ സ്പർശിക്കുവാനാവില്ല, തൊടാനാവില്ല എന്ന് കരുതുന്ന ഒരു സമൂഹത്തെ, യുവജനങ്ങളെയും മുതിർന്നവരെയും എത്ര സുന്ദരമായി അമ്മ മാതാവ് തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് വലിയ അനുഗ്രഹത്തിൻ്റെ ധാര നല്ല ആത്മീയ വിശുദ്ധീകരണത്തിലൂടെ തുടർച്ചയായി നൽകിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ഈ കൃപാസനമെന്ന ആലയത്തിൽ നിന്നും ലോകത്തിൻ്റെ എല്ലാ ദേശത്തേക്കും പോയിക്കൊണ്ടിരിക്കുന്ന വിശ്വാസ സമൂഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സന്തോഷം. എൻ്റെ കുടുംബത്തിനകത്ത് ദൈവചിന്തയുണ്ടെന്ന്, എൻ്റെ കുടുംബത്തിൽ സന്ധ്യാപ്രാർത്ഥനയുണ്ടെന്ന്, കുർബാനയ്ക്ക് പോകുവാനും കുമ്പസാരിക്കുവാനും നിരന്തരം ഞങ്ങൾ ശ്രദ്ധിക്കുന്നുവെന്ന് ഓരോരുത്തരും ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുമ്പോൾ ദൈവനാമമാണ് മഹത്വപ്പെടുന്നത്. മകൾ പറയുന്നുണ്ട്, വിദേശത്ത് ചെന്ന ആദ്യത്തെ ജോലി സ്വീകരിച്ചപ്പോഴുണ്ടായ പ്രയാസം വിശുദ്ധ കുർബാന കാണുവാൻ സാധിക്കുന്നില്ലല്ലോ എന്നതായിരുന്നുവെന്ന്.
എന്നാൽ അത് കർത്താവിൻ്റെ കല്ലറയിൽ ജെറുസലേമിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ മറ്റു പലരും വന്ന് ഒരാളോട് ചോദിച്ചിട്ട് വാ തുറക്കാതിരുന്ന ആ വ്യക്തി മകൾ ജോലി അന്വേഷിക്കുമ്പോൾ സന്തോഷത്തോടു കൂടി ജോലിയുടെ ഇടം കാണിച്ചു കൊടുത്തുകൊണ്ട് ശരിക്കും കൃപാസനം അമ്മ മാതാവ് ദൈവദൂതനെ അയച്ച് മകൾക്ക് വേണ്ടി കാര്യങ്ങൾ ക്രമീകരിച്ച് ഒരു ജോലി ശരിയാക്കി കൊടുക്കുക മാത്രമല്ല, അവൾ അത്ര നാളും ആഗ്രഹിച്ചു കൊണ്ടിരുന്ന ദിവ്യബലിയിൽ പങ്കെടുക്കുവാനുള്ള അവസരത്തെ ക്രമീകരിച്ചു കൊടുത്തുവെന്നാണ് മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോ ദിനവും ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, യൂട്യൂബിൽ ഓരോ സാക്ഷ്യവും നമ്മൾ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നുണ്ട്, ഒരു ആത്മബലമുള്ള ആത്മീയ ബലമുള്ള ഒരു സമൂഹം നമുക്കിടയിൽ രൂപപ്പെടുന്നുണ്ട്. പ്രാർത്ഥനകളറിയാവുന്ന, ദൈവസ്നേഹം ജീവിക്കുന്ന, നമ്മളൊന്ന് ചോദിച്ചാൽ നമ്മുടെ വെളിപ്പുറത്ത് ദൈവസാന്നിധ്യം അനുഭവിക്കുവാൻ പറ്റുന്ന വിധത്തിൽ ആത്മീയ വളർച്ച നേടുന്ന ഒരു സമൂഹം നമ്മുടെ കൂടെ ഇവിടെ ജീവിച്ചു വരുന്നുവെന്നുള്ളത് ശരിക്കും ഈ മകളുടെ സാക്ഷ്യത്തിൽ മകൾ പങ്കുവയ്ക്കുന്ന സന്തോഷം അത് തന്നെയാണ്. കടബാധ്യതകളൊക്കെയും കുറച്ചു കൊണ്ടുവരുന്നതിന്, ജീവിതം സുരക്ഷിതമാകുന്നതിന്, മറ്റ് ജീവിതത്തിൻ്റെ മേഖലകൾ വിശുദ്ധിയിൽ ക്രമീകരിക്കപ്പെടുന്നതിന് ഒക്കെ അമ്മ മാതാവ് ഉടമ്പടി ജീവിതത്തിലൂടെ മകളെയും കുടുംബത്തെയും സഹായിച്ചുവെന്ന്. നമുക്ക് ഉടമ്പടി ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ആഗ്രഹത്തോടെ അമ്മയുടെ അരികിൽ സമർപ്പിക്കേണ്ട പ്രാർത്ഥന ഇതുതന്നെയാണ്. കൂടുതൽ വിശുദ്ധിയോടുകൂടി, കൂടുതൽ ദൈവാശ്രയത്വത്തോടുകൂടി, കൂടുതൽ അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ ജീവിക്കുവാൻ സഹായിക്കണമേ എന്ന് ഈ പ്രാർത്ഥനയോടുകൂടി ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും കരങ്ങളടിച്ച് അമ്മ മാതാവിനും തിരുക്കുമാരനും സമർപ്പിക്കും.